ഹലോ കൂട്ടുകാരെ, കിളിക്കൂടെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച കേട്ടോ, രാവിലെ ഇത്തിരി താമസിച്ച് എണീറ്റ് കുറേ ദിവസങ്ങൾ കൂടി ഞാൻ ഇന്ന് ഡേ മൈ ലൈഫായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാണേ. അപ്പോൾ രാവിലെ അതുപോലെ കിച്ചണിൽ വന്നു, ചായ ഇട്ടു. അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ ശരിക്കും പണിയുണ്ട്. ഇന്ന് വേഗം വേഗം പണികളൊക്കെ തീർക്കുക. ഇന്ന് ചേട്ടൻ വീട്ടിലുള്ള ദിവസമല്ലേ. അപ്പം ഞാൻ മീനൊക്കെ ഇന്നലെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് രാവിലെ മുട്ട പുഴുങ്ങാൻ വെച്ചു കേട്ടോ. അതെന്താന്ന് വെച്ചാൽ എന്നും ദോശയും ഓരോ ഇതല്ലേ നമ്മൾ കാപ്പികൾ ഉണ്ടാക്കുന്നത്. ഇന്ന് മുട്ടയും പുഴുങ്ങി. അതിന് ഞായറാഴ്ചയാണ്, ചേട്ടന് പോവാൻ. അപ്പം ഞങ്ങൾ മാങ്ങ ഉണ്ടോ, അച്ഛൻ കൊണ്ടുവന്നത് കേട്ടോ, നല്ല പഴുത്ത മാങ്ങയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഷെയ്ക്കും ഉണ്ടാക്കി മുട്ടയും പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അത് രാവിലെ എല്ലാവരും കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ചോറിനുള്ള അരി കഴുകിയിട്ടുണ്ട്. അത് ഇവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്ക് മീൻ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ചൂരയാണ്. അപ്പം അത് മുളകിട്ടും വെക്കാം, വറുത്തരച്ച് വെക്കാം കേട്ടോ. ആ റെസിപ്പി അതൊക്കെ റെസിപ്പി ഞാൻ വീഡിയോയിൽ കാണിക്കും കേട്ടോ. ചൂരമീനാട്ടോ, വലുതാട്ടോ. അത് ഞാൻ ഇന്നലെ തന്നെ കണ്ടിച്ചേഴി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചടി വെക്കാം കേട്ടോ. വെള്ളരിയാണ്. ഇതൊന്ന് വൃത്തിയാക്കട്ടെ, നമുക്ക് പച്ചടിയൊക്കെ വെക്കാം. ഞാൻ കണ്ട രാവിലത്തേക്ക് കേട്ടോ മാങ്ങ, പഴുത്ത മാങ്ങയും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കാൻ പോകാം കേട്ടോ. ഞങ്ങൾ മുട്ട പുഴുങ്ങി പഴുത്ത മാങ്ങ ഷെയ്ക്ക് അടിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങൾ രാവിലെ കഴിക്കാൻ പോകുന്നത്. ദേ മോൻ തോയിരിക്കുന്നു, മോള് ടി വി ആണ് കേട്ടോ. ചേട്ടൻ ദാണ്ട് ചെടിക്ക് വേണ്ടിയേ എന്താണ്ട് ഉള്ളിയും പച്ചമുളകും വെള്ളരിയും എല്ലാം വാട്ടും കേട്ടോ. അതിൻ്റെ കൂടെ തേങ്ങയും കടുവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിട്ട് കൊടുക്കാവേ. പിന്നെ അതിൻ്റെ കൂടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരപ്പൊന്ന് പിടിച്ചിതായതിന് ശേഷം ഓഫ് ചെയ്ത് ഇറക്കാൻ വേണ്ടി നമ്മൾ തൈര് ഒഴിക്കണം കേട്ടോ. ഒക്കെ നോക്കണം. പച്ചടിയായി കേട്ടോ. നമ്മൾ ഓഫ് ചെയ്യാൻ സമയത്താണ് തൈര് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. കണ്ടോ, എൻ്റെ പച്ചടി റെഡിയായി. മുളകിട്ട് വെക്കാനാട്ടോ ചൂര. അതിന് ഉള്ളിയും കറിവേപ്പിൻ്റെ എല്ലാം കൂടി വാട്ടുന്ന. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി, പിന്നെ അതേ പുളി വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് വെച്ചത്. ഇതാണ് മെയിൻ സാധനം. ചൂരയുടെ തലയും ഇതെല്ലാം കൂടി എടുത്ത് പുളിമുളക് വെക്കുക എന്ന് പറഞ്ഞാൽ മുളകിടുക. ഇത് വാടിയിട്ട് ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇടാം കേട്ടോ. ചൂര ഇടേണ്ട ഇവിടെ മുളക് കറിക്ക് ഇതായിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുക്കോട്ടോ. ഞാൻ വറുത്തരച്ചും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. വലിയ ചൂരയായിരുന്നേ. ഇത് വറുത്തിട്ട് നമുക്ക് പൊടികളൊക്കെ കൊടുക്കാം. ഞാനേ വറുത്തരച്ച് വെക്കുന്നുണ്ട്. മീനിട്ടേ. പിന്നെ ഇതേ പുളിമുളക് റെഡിയായിരുന്നു. നോക്കിയാണ് കാണിച്ചില്ല. റെഡിയായിട്ടോ മുളകിട്ടത്. സ്വന്തം ഇഞ്ചിയേ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് അതിനകത്ത് ഇട്ട് കൊടുക്കണ്ട, ഞാൻ ഇടാറുണ്ട്. വേണ്ട ഞാൻ മീൻ വറുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിക്കും. ചൂര വലുതായതുകൊണ്ട് 2 സൈസ് കറി വെക്കാനും വറുക്കാനും ഒക്കെ ഉണ്ടാകും. വറുത്ത ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് ഒത്തിരി എണ്ണ ഒഴിച്ചാട്ടോ ഞാൻ പുരട്ടുന്നത്. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ വന്നതേ കണ്ടോ, തൂത്തൊക്കെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ സഹായിക്കുക, എനിക്ക് സഹായിച്ചൊക്കെ തരൂടെ. വറുത്ത് അരച്ച് വെച്ച് ചൂരമീൻ, പച്ചടി, വറുത്ത മീൻ. ഇതാട്ടോ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടം, മുളകിട്ടത്. അപ്പോൾ ഇത്രയും ആട്ടോ. ഇതും ചോറും ഇത്രയാട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാട്ടോ. ഇന്നത്തെ ഫുഡ് അങ്ങനെ ഉണ്ട്. പുളിമോള, ഞങ്ങൾക്ക് പുളിമോള ഇഷ്ടം. പച്ചടി വരുന്നവർക്ക് വരാൻ കഴിക്കാൻ ഞങ്ങളെല്ലാവരും കഴിക്കുവാണോ. നിങ്ങൾ ഫുഡ് കഴിക്കാട്ടോ. അതേ മോനിരുന്ന് കഴിക്കുന്നു. എന്നെ കാണിക്കും.
ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആയിരവല്ലി ഒരു ഓഡിറ്റോറിയം ഒരു ഗ്രൗണ്ടാട്ടോ. അവിടെ ശരിക്കും പിള്ളേരൊക്കെ വൈകിട്ടാകുമ്പോൾ കളിക്കാൻ വരും. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞാൻ തന്നെ വീട്ടിൽ വന്ന് അമ്മയെടുത്ത് വന്നു കേട്ടോ. രാത്രിയായേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.